ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമുക്കറിയാം, ഒരു പരീക്ഷ കഴിഞ്ഞു, പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ? എത്ര വേക്കൻസി ഉണ്ട്? 190 വേക്കൻസി ആയിട്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കറിയാവുന്നത് പോലെ ഇത്രയും നാളും നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്ന് അപേക്ഷ അയക്കുന്നത് പോലെയല്ല ഈ തവണ മുഴുവൻ പ്രോസസ്സും എൻറ്റയർ CSEBയുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സും എങ്ങനെയാണ് നടക്കുന്നത്? ഓൺലൈൻ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതുവരെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നിരിക്കുന്ന ഫോർമാറ്റിൽ, അതായത് CSEBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കറക്റ്റായിട്ട് തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇതേ പോർട്ടൽ വഴി തന്നെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റിക്കാതെ എത്രയും പെട്ടെന്ന് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ തവണ എത്ര വേക്കൻസീസാണ് വിളിച്ചിരിക്കുന്നത്? 190 വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അപ്പം സമയം കളയാതെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങേണ്ട കാര്യം കൂടെയുണ്ട്. ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരെ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് ഇപ്പോൾ HDC അല്ലെങ്കിൽ JDC കോഴ്സ് പഠിച്ചിറങ്ങിയ ഉദ്യോഗാർത്ഥികൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം CSEBയുടെ പരീക്ഷയിൽ ടോട്ടൽ 160 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ 100 ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നിട്ടായിരിക്കും? നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, അക്കൗണ്ടിങ്, ബാങ്കിങ്, ഓഡിറ്റിംഗ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് തന്നെയായിരിക്കും. ഇനി 60 ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? GK, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മാത്സ് എന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ടെസ്റ്റ് ഓഫ് റീസണിങ് എന്നാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പോൾ ഈ ടെസ്റ്റ് ഓഫ് റീസണിങ് എന്ന് തുടങ്ങിയിട്ടുള്ള മേഖലയിൽ നിന്നായിരിക്കും ബാക്കിയുള്ള 60 ചോദ്യങ്ങളും വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ചോദ്യത്തിന് അര മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് എന്ന് പറയുന്നത് അര മാർക്കാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കും ഇല്ല. അപ്പോൾ 2 മണിക്കൂറും കൊണ്ട് 160 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു ചാലഞ്ചാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, എത്ര മാർക്കിനാണ് ഒരു ചോദ്യം വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലായി. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. പിന്നീട്, അതായത് എക്സാമിന്റെ തീയതി വന്നിട്ട് പഠിക്കാൻ നിൽക്കാതെ എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങുന്നോ, തന്നിരിക്കുന്ന സിലബസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് മുൻപ് നടന്നിട്ടുള്ള പരീക്ഷകളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങാൻ പറ്റും. പഠിച്ചു തുടങ്ങിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണ്? റിവിഷൻ നടത്തുക. എത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, എത്രത്തോളം റിവൈസ് ചെയ്ത് എന്തുമാത്രം മോഡൽ എക്സാം എഴുതുന്നോ അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിലും 160 ചോദ്യങ്ങൾ 2 മണിക്കൂറും കൊണ്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു ചലഞ്ചാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡിൽ, അതായത് ഇപ്പോൾ ടെസ്റ്റ് ഓഫ് റീസണിങ് പോലെയുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ സ്പീഡിൽ ചെയ്തു പോകാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മൾ പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് മാത്രമേ നമുക്ക് ആ ഒരു സ്പീഡിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനിയുള്ള സമയം അപ്ലൈ ചെയ്തു, അതിൻ്റെ പുറകെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. എല്ലാ വിഷയവും എല്ലാ ദിവസവും തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു ഏറ്റവും മുന്നിൽ ചലഞ്ചായിട്ട് ഒരു പക്ഷേ നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്ന അക്കൗണ്ടൻസി ലോയും തന്നെയായിരിക്കും. അപ്പൊ ലോ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം പഠിച്ചു തീർക്കാനൊന്നും നിൽക്കണ്ട. കുറച്ച് കാര്യങ്ങൾ ഒരു ദിവസം ഒരു 5 സെക്ഷൻ അത്രയൊക്കെ പഠിച്ചാൽ മതി. പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറന്നു പോകത്തില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കാറ്റഗറി നമ്പറൊക്കെ ഇന്ന് ശ്രദ്ധിക്കണം. 3/2024 കാറ്റഗറി നമ്പർ. 190 വേക്കൻസി ഉണ്ട്. ജൂലൈ 2 വരെയാണ് അപ്ലൈ ചെയ്യാവുന്ന അവസാന തീയതി എന്ന് പറയുന്നത്. ജൂലൈ 2 വരെ സമയമുണ്ട് എന്ന് കരുതി നിങ്ങൾ നീട്ടിവെക്കരുത്. CSEB ആദ്യമായിട്ടാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പരമാവധി വേഗം തന്നെ അപ്ലൈ ചെയ്ത് തീർക്കുക. ഇനി ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്താലാണ് നമുക്ക് മാർക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്, അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം, അതായത് ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഏത് രീതിയിൽ പഠിച്ചാലാണ് മാർക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും, കട്ട് ഓഫ് എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വെബിനാറിൽ കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അപ്പം വൈകുന്നേരം 22-ാം തീയതി, മെയ് 22-ാം തീയതി വൈകുന്നേരം 9 മണിക്കായിരിക്കും വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. സൂം പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരൊക്കെ ആണെങ്കിൽ എങ്ങനെ പഠിക്കണം, എങ്ങനെ കട്ട് ഓഫ് ഓവർകം ചെയ്യണം, ഏത് ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് വെബിനാർ അറ്റൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ
അവസാന തീയതിക്ക് മുൻപേ തന്നെ നിങ്ങൾ എല്ലാവരും പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. താങ്ക്